പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ജൂൺ 12 പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ ലൂസിക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് വിമല ഹൃദയത്തോടുള്ള ഭക്തിക്ക് പ്രചാരം ലഭിച്ചത്. 1916 സമാധാനത്തിൻ്റെ മാലാഖ ഫാത്തിമായിലെ കുട്ടികളോട് പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയവും മാതാവിൻ്റെ വിമല ഹൃദയവും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും അനന്ത യോഗ്യതകളാൽ പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. 1936 ഈശോ സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, തിരുസഭ മുഴുവനും അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടണമെന്നും ഈശോയുടെ തിരുഹൃദയം കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കണമെന്നും. 1942 മെയ് 31 12-ാം പിയൂസ് മാർപ്പാപ്പ റഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തെ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചു. 1945 മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ സാർവത്രിക സഭയിൽ സ്ഥാപിതമായി. ഈ ഭക്തി തുടരുവാൻ സത്യത്തിൻ്റെ അടിസ്ഥാനവും നെടുംതൂണും ആയ തിരുസഭയെ നൂറ്റാണ്ടുകളായി പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്തു പോരുന്നു. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നു, ലോകത്തിൻ്റെ രക്ഷ പരിശുദ്ധ കന്യകയിലൂടെയാണ് ആരംഭിച്ചത്. അത് അവളിലൂടെ അതിൻ്റെ പരിപൂർണതയിലെത്തണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ മുഴുവൻ പ്രതിഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നൂറ്റാണ്ടുകളായി പരിശുദ്ധ മാർപ്പാപ്പമാരും വിശുദ്ധരും ദൈവശാസ്ത്രജ്ഞന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 1982 ജോൺ പോൾ II മാർപ്പാപ്പ ആധുനിക ലോകത്തെ മുഴുവനും ഫാത്തിമായിലെ മാതാവിനെ സമർപ്പിച്ചു. 1984 ലോകത്തിലെ എല്ലാ വ്യക്തികളെയും ജനങ്ങളെയും വിമല ഹൃദയത്തിന് സമർപ്പിച്ചു. 2013 ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ കൂടി ലോകത്തെ പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി സമർപ്പിച്ചു. അവൾ നമ്മുടെ അമ്മയായതുകൊണ്ട് മക്കളായ നമ്മുടെ ആവശ്യങ്ങൾ അവൾക്കറിയാം. സ്വർഗത്തിൻ്റെ രാജ്ഞിയായതുകൊണ്ട് സ്വർഗീയ രാജാവിൻ്റെ അമേയമായ ഭണ്ഡാകാരത്തിലേക്ക് അവൾക്ക് പെട്ടെന്ന് സമീപിക്കാം. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചതുപോലെ നമുക്ക് ദൈവത്തിലേക്കും തൻ്റെ പുത്രനിലേക്കും എത്തിച്ചേരാനുള്ള വഴിയായി അവളെ സ്വീകരിക്കാം. ഫാത്തിമായിൽ പരിശുദ്ധ അമ്മ തൻ്റെ വിമല ഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രത്യേകമായി ആദ്യത്തെ 5 ശനിയാഴ്ചകളിൽ ജപമാല, ധ്യാനം, വിശുദ്ധ കുർബാന സ്വീകരണം എന്നിവ പാപികളുടെ മാനസാന്തരത്തിനായും ദൈവത്വത്തിന് എതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായും സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചു. ഈ സമർപ്പണം ജീവിക്കുക എന്നത് അവളിൽ നിറഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങൾ അഭ്യസിച്ചും ആത്മാക്കളുടെ രക്ഷയ്ക്കായി കൊച്ചു കൊച്ചു ത്യാഗപുഷ്പങ്ങൾ അവളുടെ കയ്യിൽ വെച്ചുകൊടുത്തും സാത്താൻ്റെ ആക്രമണങ്ങളെ ചെറുക്കുവാൻ അവളുടെ കരങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലുമാണ്. വിമല ഹൃദയത്തിൻ്റെ ഭരണം എളുപ്പത്തിൽ സംജാതമാകുന്നതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ സമർപ്പണം നമ്മിൽ ജീവസുറ്റതാകും. അതുവഴി അമ്മയുടെ അപ്പസ്തോലയും ദാസിയുമായി മാറും. അങ്ങനെ ജീവിക്കുമ്പോൾ ലൂസിയോട് പറഞ്ഞ വാക്കുകൾ നമ്മിലും നിറവേറും. ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എൻ്റെ വിമല ഹൃദയം നിങ്ങൾക്ക് സംരക്ഷണം നൽകും. അത് നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ ഈശോയുമായുള്ള ഐക്യത്തിൽ എത്തിച്ചേരുവാൻ ഈ സമർപ്പണം നമ്മെ സഹായിക്കും. അതിനാൽ അമ്മയോട് ചേർന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലി ഈ തിരുനാളിൽ നമ്മെയും ലോകത്തെയും ഒരിക്കൽ കൂടി വിമല ഹൃദയത്തിന് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിമല ഹൃദയനാഥേ, മക്കളായ ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങേ സന്നിധിയിൽ അണയുന്നു. അങ്ങേ വിമല ഹൃദയത്തിലുള്ള അർപ്പണം ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ സ്വന്തമാണെന്നും അങ്ങ് ഞങ്ങളുടെ സ്വന്തമാണെന്നും ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ വിമല ഹൃദയത്തിന് അനുയോജ്യമായ വിധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കത്തോലിക്ക വിശ്വാസത്തിനും പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിനും എതിരായി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സ്ഥലങ്ങളെയും
അങ്ങയുടെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുന്നു. മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ട തിരുസഭയെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും വിമലഹൃദയത്തിൻ്റെ സ്വന്തമായി കാത്തുകൊള്ളണമേ. ആമേൻ. സുഹൃതജപം. വിമലഹൃദയനാഥേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു.